Hi everyone, welcome to Civils World YouTube channel. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിന് സൂര്യന് താഴെയുള്ള എന്തിനെ പറ്റിയും അറിവുണ്ടാകണം എന്നാണ്. അത് ശരിയാണോ അതോ സത്യമാണോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാം. സോ നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് സിലബസിലോട്ട് പോകാം. ആദ്യം നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് 3 സ്റ്റേജ് ആയിട്ടാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, പേഴ്സണാലിറ്റി ടെസ്റ്റ്. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് PSC എക്സാം പോലെ ഒരു ക്വസ്റ്റ്യനും അതിന് 4 ഓപ്ഷൻസും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. അതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് എഴുത്തു പരീക്ഷയാണ് അതിനുള്ളത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ പലപ്പോഴും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്നാൽ UPSC അതിനെ വിളിക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. ഇതിൽ പ്രിലിംസ് എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും, അതായത് ആദ്യത്തെ 2 എക്സാമിനേഷന് വേണ്ടിയാണ് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ 2 എക്സാമിനേഷനും ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് സിലബസ് UPSC നൽകിയിട്ടുണ്ടെങ്കിലും അത് പഠിക്കുന്നത് ഒരുമിച്ചാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഈ 2 എക്സാമിനേഷനും സിലബസ് ഏകദേശം ഒന്ന് തന്നെയാണ്. എന്നാൽ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് എന്നുള്ളത് മാത്രമാണ്. ആദ്യം നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷനെ പറ്റി നോക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് upsc.gov.in. ഈ ലിങ്കിൽ പോയി നമ്മൾ ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ UPSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അതോടൊപ്പം തന്നെ എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. ആദ്യം നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ചിട്ട് നോക്കാം. പ്രിലിമിനറി എക്സാമിനേഷന് 2 പേപ്പേഴ്സാണ് നമുക്കുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, രണ്ടാമത്തേത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ആദ്യം നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൻ്റെ സിലബസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ പേപ്പർ 1, അതായത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൻ്റെ സിലബസ് ആണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ 7 ടോപ്പിക്സ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ്. ആദ്യം നമുക്ക് സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് ടോപ്പിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്. മൂന്നാമത്തേത് ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി. അതിനകത്ത് ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. നാലാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്. അതിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂ എക്സെട്ര. അഞ്ചാമത്തേതെന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതിനുള്ളിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനിഷ്യേറ്റീവ്സ് എക്സെട്ര. ആറാമത്തേത് ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയൺമെൻറ്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം ദാറ്റ് ഡു നോട്ട് റിക്വയർ സബ്ജക്റ്റ് സ്പെസിഫിക്കേഷൻ. ഏഴാമത്തേതും ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ സയൻസ്. ഇതാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഉള്ള സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ്. ഇതിൽ എല്ലാ ടോപ്പിക്കുകളും വളരെ ജനറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സിലബസിനെ നമുക്ക് ചെറുതായി ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കും നമുക്കുമൊക്കെ എല്ലാവർക്കും കുറച്ച് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ ആക്കി നോക്കാം. ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇവിടെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. നാഷണൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വളരെ ലോക്കലായിട്ടുള്ള ന്യൂസുകളൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഇനി ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും 3 സോഴ്സസ് ആണ് ഉള്ളത്. ദി ഹിന്ദു ന്യൂസ് പേപ്പർ, രണ്ടാമത്തേത് പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ വെബ്സൈറ്റ്, PIB വെബ്സൈറ്റ്, അതായത് ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റാണ്. ഇവിടെ ഗവൺമെൻറ് ചെയ്യുന്ന പോളിസീസ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ യൂസ് ചെയ്യുക.
കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണമെന്നുള്ളതിനെ പറ്റിയും ദി ഹിന്ദു ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കണമെന്നതിനെ പറ്റിയിട്ടും നമ്മളൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ടോപ്പിക്ക് നോക്കാം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യയാണ്. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് നമുക്കിതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പുരാതന കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സെക്കൻഡ് ടോപ്പിക് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് സുൽത്താൻ രാജവംശത്തിൻ്റെ വരവ് മുതൽ യൂറോപ്യന്മാരുടെ വരവ് വരെയുള്ളതിനെയാണ് നമ്മൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അവിടെ യൂറോപ്യന്മാരുടെ വരവ് മുതൽ ബ്രിട്ടീഷ് ഭരണത്തെയും അതിനെതിരെ നടന്ന ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെയും പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അകത്ത് വരുന്ന ഒരു കാര്യം മാത്രമാണ് നാഷണൽ മൂവ്മെൻറ്റ്. എന്നാൽ ഇനി നമുക്ക് ഹിസ്റ്ററി പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററി കൂടിയുണ്ട്. എന്നാൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററി ആവശ്യമില്ല. പകരം മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററി, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഹിസ്റ്ററി കൂടി ആവശ്യമുണ്ട്. ഇനി മൂന്നാമത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫിയാണ്. പേര് പോലെ തന്നെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ജോഗ്രഫിയുടെ പഠിക്കേണ്ടതുണ്ട്. ഇതിനെ നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി, സോഷ്യൽ ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി എന്ന് തരംതിരിക്കാം. എന്നാൽ ഇതിനകത്ത് ഫിസിക്കൽ ജോഗ്രഫി ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫിയിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. ഇനി നമുക്ക് ഫോർത്ത് ടോപ്പിക്ക് നോക്കാം. ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ് ആണ്. ഇതിൽ ആദ്യം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇന്ത്യയുടെ ഭരണഘടന. അതിനുള്ളിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും പഞ്ചായത്ത് രാജ് സിസ്റ്റവും ഉൾപ്പെടും. പിന്നീടുള്ള പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂ എക്സെട്ര ഇത് നമുക്ക് ഡെയിലി വരുന്ന ന്യൂസ് പേപ്പറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ടോപ്പിക്ക് നോക്കാം. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അതിനുള്ളിൽ കുറച്ച് ടോപ്പിക്സ് തന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ എക്സെട്ര. നമുക്ക് ഈ എക്സെട്ര എന്ന് പറയുന്നതിന് കൂടി നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകിയിട്ട് നമുക്ക് ഈ ഫിഫ്ത്ത് ടോപ്പിക്കിനെ എക്കണോമിക്സ് എന്ന് മാത്രം വിളിക്കാം. എക്കണോമിക്സ് പഠിക്കാൻ ഏറ്റവും നല്ലത് മെയിൻ സിലബസ് തന്നെയാണ്. മെയിൻ സിലബസിൻ്റെ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം ഞാൻ അതുകൂടി ഉൾപ്പെടുത്തി പറയാം. ഇനി നമുക്ക് ആറാമത്തെ ടോപ്പിക്ക് നോക്കാം. എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയാണ്. ഇതിനകത്ത് നമുക്ക് നോക്കാം എൻവയോൺമെൻറ്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ നമുക്ക് ടോപ്പിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി എന്ന് മാത്രം വിളിക്കാം. ഇതിനകത്ത് നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സബ്ജക്റ്റ് സ്പെസിഫിക്കേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അതായത് നമ്മൾ പഠിക്കേണ്ട ഈ എൻവയോൺമെൻറ്റിനെ എക്കോളജിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ ജനറലായിട്ട് പഠിക്കുക, സബ്ജക്റ്റിലേക്ക് ഡീപ്പായിട്ട് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ എൻവയോൺമെൻറ്റ് നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫി, NCERT ടെക്സ്റ്റ് ബുക്കുകൾ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ കുറേ കവറേജ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എക്കോളജിയെക്കുറിച്ച് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ +2, +1, +2 ബയോളജി ടെക്സ്റ്റ് ബുക്കിലും കവർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് 7th ആൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് ജനറൽ സയൻസ് ആണ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള സബ്ജക്റ്റുകളെല്ലാം ഉൾപ്പെടും. ഇതിൽ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിന് ബേസിസ് ആയിട്ടുള്ള മെറ്റീരിയൽ. എന്നാൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം വരാൻ സാധ്യതയുള്ളതിനാൽ നമുക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്കിനെ നമുക്കൊന്ന് ചെറുതായിട്ട് മാറ്റാം. അതായത് കറണ്ട് അഫെയർസിൽ വരുന്ന സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കാരണം സയൻസിൽ നിന്ന് നമുക്ക് ഒരു കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൻ്റെ സിലബസിനെ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോമാണ്. എഡിറ്റ് ചെയ്ത് ചെറുതായി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം കറണ്ട് അഫെയർസ്, ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കുക, 3ാമത് ജോഗ്രഫിയാണ്, 4ാമത് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്, 5ാമത് എക്കണോമിക്സ് ആണ്, 6ാമത് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയാണ്, 7ാമത് ജനറൽ സയൻസ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൻ്റെ സിലബസ് മുതൽ കവർ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി നമുക്കിവിടെ പറയാം. ഒന്നാമതായത് നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് പ്രത്യേകം പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ചുള്ള പഠനമാണ്. രണ്ടാമത് പറയാനുള്ളത് ഇവ ഒരുമിച്ച് പഠിക്കുന്നത് പോലെ തന്നെ സിലബസും ഒരുമിച്ചാക്കി പഠിക്കുന്നതാണ് ഉത്തമം. അതിനായി മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് കവർ ചെയ്യുമ്പോൾ അതുകൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാം. മൂന്നാമതായി
നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ഒരിക്കലും മറ്റു ടോപ്പിക്സിൽ നിന്ന് മാറ്റി നിർത്തി പഠിക്കാനുള്ളതല്ല, മറിച്ച് മറ്റ് ടോപ്പിക്സിൽ നാം പഠിക്കുന്നതിൻ്റെ അപ്ഡേഷൻസ് ആണ് ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂസിനെ സിലബസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്ന രീതിയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഇനി നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ൻ്റെ സിലബസ് നോക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നില്ല, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്തൊരു പേപ്പറാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. 200-ൽ 1/3 മാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. അതായത് 200 മാർക്കിൽ 66.66 മാർക്ക് വാങ്ങി ക്വാളിഫൈ ആക്കുക. ഈ മാർക്കിന് പിന്നീട് ഒരു പ്രസക്തിയും ഉണ്ടാകുന്നതല്ല. എന്നാൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൻ്റെ മാർക്കിനെ ആസ്പദമാക്കിയായിരിക്കും നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് വരുന്നതും. അതനുസരിച്ച് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ മെയിൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇതോടൊപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനായി കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശുഭദിനം നേരുന്നു. ബൈ.